നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ സംഗീതവേദിക്ക് നേരെ ആക്രമണത്തിൽ 40 പേർ കൊല്ലപ്പെട്ടു, 100-ലധികം പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം IS ഏറ്റെടുത്തു. വിവരങ്ങളുമായി മെറിൻ മേരി ചാക്കോ ചേരുന്നുണ്ട്. മെറിൻ, രാവിലെ തന്നെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. എന്തായാലും ഒരു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം IS ഏറ്റെടുത്തിട്ടുണ്ട്. മറ്റെന്തൊക്കെ വിശദാംശങ്ങളാണ് നമുക്ക് ഈ ഒരു വേളയിൽ ലഭ്യമാവുന്നത്? കീർത്തന, റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലാണ് ഇപ്പോൾ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. സംഗീതവേദിയിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. റഷ്യൻ മ്യൂസിക് ബാൻഡായ പിക്നിക്കിന്റെ പെർഫോമൻസ് നടക്കുന്ന ക്രോക്കസ് സിറ്റി ഹാളിന് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം IS ഏറ്റെടുത്തു കഴിഞ്ഞു. ടെലഗ്രാമിലൂടെയാണ് അവർ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ മറ്റു കാരണങ്ങളൊന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല, വ്യക്തമാക്കിയിട്ടില്ല. ആക്രമണത്തിൽ 40 പേർ കൊല്ലപ്പെട്ടു, 100-ലധികം പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഉയർന്നേക്കുമെന്ന് തന്നെയാണ് വിവരം. ഈ ഒരു പെർഫോമൻസ് നടക്കുന്ന സമയത്ത് കൂടുതലും ഹാളിലുണ്ടായിരുന്നത് കുട്ടികളായിരുന്നു. അതുകൊണ്ട് പരിക്കേറ്റവരിൽ കൂടുതലും കുട്ടികളാണ്. ഈ സൈനിക വേഷത്തിലെത്തിയ 5-അംഗ സംഘം യന്ത്രത്തോക്കുകൾ ഉപയോഗിച്ച് സംഗീതവേദിയിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു. അതിന് തുടർന്ന് അവർ ബോംബുകളും ഗ്രനേഡുകളും എറിഞ്ഞു. ഇതിന് പിന്നാലെ സംഗീതവേദിക്ക് തീ പിടിക്കുകയായിരുന്നു. ഇത് പൂർണ്ണമായും കത്തിനശിച്ചു. ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് ഈ തീ പൂർണ്ണമായും അണയ്ക്കാനായത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് തീ അണച്ചത്. ഈ ആക്രമണ സമയത്ത് റഷ്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ തോക്കുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അക്രമ സംഘത്തിന്റെ ആക്രമണങ്ങളെ ചെറുക്കാനായി സാധിച്ചില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഈ ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. IS ഏറ്റെടുത്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ തന്നെ വൈറ്റ് ഹൗസ് സംഭവത്തെ അപലപിച്ചു. ഭയാനകമായ സംഭവം എന്ന് തന്നെയാണ് വൈറ്റ് ഹൗസ് ഇതിനെ പ്രതികരിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഈ ഒരു ആക്രമണത്തിൽ IS ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞു. എന്നാൽ യുക്രൈന് ഈ സംഭവവുമായി ബന്ധമുണ്ടെന്ന് കരുതുന്നില്ല, അല്ലെങ്കിൽ സൂചനകളൊന്നും അത്തരത്തിൽ ലഭിച്ചിട്ടില്ലെന്ന് തന്നെയാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നത്. ജർമ്മനിയും ഫ്രാൻസും പോലുള്ള രാജ്യങ്ങൾ ഈ സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്. റഷ്യയുടെ തന്നെ മുൻ പ്രസിഡന്റായിട്ടുള്ള ദിമിത്രി മെദ്വേവ് പറഞ്ഞത്, ഈ ആക്രമണത്തിൽ യുക്രൈൻ എന്തെങ്കിലും പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ കടുത്ത ആക്രമണം, തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകി. മോസ്കോയുടെ മേയറും സംഭവത്തെ നടുക്കുന്ന സംഭവമെന്ന് തന്നെയാണ് വിവരിച്ചിരിക്കുന്നത്. എന്തായാലും റഷ്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഭീകരാക്രമണമാണിത്. 100-ലധികം പേർക്ക് പരിക്കേറ്റ് കഴിഞ്ഞു. മരണസംഖ്യ ഉയർന്നേക്കും. IS ഏറ്റെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ റഷ്യ-യുക്രൈൻ യുദ്ധം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. 3 വർഷത്തിലേക്ക് ഈ ഒരു യുദ്ധം കടന്നു കഴിഞ്ഞു. ആയുധ സംഭരണശാലകൾക്ക് നേരെയും ഓയിൽ റിഫൈനറികൾക്ക് നേരെയും ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. കീവിന് നേരെയും കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഭീകരാക്രമണം കൂടുതൽ സംഘർഷത്തിലേക്ക് വഴിവെക്കുമെന്നതിൽ തർക്കമില്ല. കീർത്തന, എന്തായാലും റഷ്യ-യുക്രൈൻ യുദ്ധം ഒരു ഭാഗത്തുകൂടെ പോകുമ്പോൾ ഇപ്പോൾ റഷ്യയിൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം, എന്തായാലും യുക്രൈനെ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടെങ്കിൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നാണ് റഷ്യയുടെ മുന്നറിയിപ്പ്. മെറിൻ മേരി ചാക്കോയാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചേക്കും. വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുന്നതിന് സമാന്തരമായി സുപ്രീം കോടതിയെ സമീപിക്കാനാണ് നീക്കം. കെജ്രിവാളിനെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തു. കേസിലെ മറ്റു പ്രതികൾക്കൊപ്പം കെജ്രിവാളിനെ ഇന്ന് ചോദ്യം ചെയ്യും. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. എന്തായാലും ED വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിനെ. ഇനിയുള്ള നീക്കം കെജ്രിവാളിന്റെ ഒപ്പം ആം ആദ്മിയുടെ എങ്ങനെയായിരിക്കും? ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ 6 ദിവസത്തേക്കുള്ള കസ്റ്റഡിയിലാണ് ഇപ്പോൾ EDക്ക് ലഭിച്ചിരിക്കുന്നത്. ED കസ്റ്റഡിയിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായിട്ടുള്ള നടപടികളായിരിക്കും ഇന്ന് ആരംഭിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത് ഈ വിഷയത്തിൽ കെജ്രിവാളിനെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവ് ശേഖരണമാണ്. ഇതിൽ കെജ്രിവാൾ ഈ ഗോവ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 40 കോടിയോളം രൂപ ഹവാല ഇടപാട് നേതൃത്വം നൽകി എന്നുള്ളതും ഒപ്പം ഇതിന്റെ ഇടനിലക്കാരന് അടക്കമുള്ളവരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമാണ് EDയുടെ ആക്ഷേപമായിട്ട് നിലവിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവ് ശേഖരണമായിരിക്കും നടക്കുക. ഇതിന് അരവിന്ദ് കെജ്രിവാളിനെ ഒറ്റയ്ക്ക് ചോദ്യം ചെയ്യുന്ന നടപടികൾ തുടരും. അതുകൂടാതെ K. കവിത അടക്കമുള്ളവരുമായിട്ട് ഒപ്പമിരുത്തി, ഈ കേസിലെ കൂട്ടുപ്രതികളായിട്ടുള്ള K. കവിത അടക്കമുള്ളവരെ ഒപ്പമിരുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലും ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇതിന് സമാന്തരമായിട്ട് നിയമ നടപടികൾ ശക്തമാക്കാൻ, രാഷ്ട്രീയമായിട്ടുള്ള പ്രചരണ പരിപാടികൾക്ക് ഒപ്പം നിയമ നടപടികൾ ശക്തമാക്കാനായിട്ടുള്ള തീരുമാനം ആം ആദ്മി പാർട്ടി കൈക്കൊണ്ടിട്ടുണ്ട്. വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നതിന് സമാന്തരമായിട്ട് സുപ്രീം കോടതിയെ
ഈ വിഷയത്തിൽ വീണ്ടും സമീപിക്കും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിൽ ചൂണ്ടിക്കാട്ടാനായിട്ട് പോകുന്നത് മനീഷ് സിസോദിയ കേസിൽ PMLA ആക്ടുമായി ബന്ധപ്പെട്ടിട്ട് അറസ്റ്റ് ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങൾ പൂർത്തിയാക്കരുത് എന്ന നിർദ്ദേശം സുപ്രീം കോടതി നൽകിയിട്ടുള്ളതാണ്. ഇത് ലംഘിച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ പോലെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തത് എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാനാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും അഭിഷേക് സിംഗ്വിയുമായിട്ട് ഇന്നലെ നടത്തിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലമാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഇന്ന് അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് അറിയുന്നു. എന്തായാലും അരവിന്ദ് കെജ്രിവാളിനെ വിശദമായി ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് ED. മറ്റു പ്രതികൾക്കൊപ്പം കെജ്രിവാളിനെ ഇന്ന് ചോദ്യം ചെയ്യും. അതേസമയം സുപ്രീം കോടതിയെ സമീപിക്കാനാണ് അരവിന്ദ് കെജ്രിവാളിന്റെ നീക്കം. രാധാകൃഷ്ണനാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി ആം ആദ്മി പാർട്ടിയും ഇന്ത്യ മുന്നണിയും. ഡൽഹിയിലെ ഷഹിദ് പാർക്കിന് സമീപം ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇന്ന് പ്രതിഷേധിക്കും. ഈ മാസം 26-ന് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അറസ്റ്റ് തീർത്തും രാഷ്ട്രീയ പ്രേരിതമായ നടപടിയാണെന്ന് മുൻനിർത്തി പ്രചാരണം നടത്താനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. ഇലക്ട്രൽ ബോണ്ട് വിവാദം മറച്ചുവെക്കാനാണ് കെജ്രിവാളിനെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്തതെന്ന പ്രചാരണം ശക്തമാക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ നീക്കം. കെജ്രിവാളിന്റെ അറസ്റ്റിൽ രാജ്യവ്യാപകമായുള്ള പ്രതിഷേധ പരിപാടികൾക്ക് ഇന്ത്യ മുന്നണി ഉടൻ രൂപം നൽകും. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥനെ പ്രതികൾ 8 മാസം പീഡിപ്പിച്ചെന്ന് കണ്ടെത്തൽ. എല്ലാ ദിവസവും കോളേജ് യൂണിയൻ പ്രസിഡന്റിന്റെ മുറിയിൽ ഹാജരാകണമെന്നതായിരുന്നു ശിക്ഷ. 8 മാസം ഈ രീതി തുടർന്നതായി സഹപാഠി മൊഴി നൽകിയെന്നും ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ അന്തിമ റിപ്പോർട്ടിൽ പറയുന്നു. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുർജിത്ത്, എന്തായാലും നടക്കുന്ന സംഭവം ക്രൂരമായ വിവരങ്ങളാണ് ഈ ആന്റി റാഗിംഗ് റിപ്പോർട്ടിൽ നിന്ന് വരുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ സ്ഥിരമായി റാഗിങ്ങിന് ഇരയാകാറുണ്ട് എന്നുള്ള തരത്തിലുള്ള കണ്ടെത്തലാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ അന്തിമ റിപ്പോർട്ടിലുള്ളത്. അത് മാത്രമല്ല, ഈ ക്യാമ്പസിൽ സജീവമായ സിദ്ധാർത്ഥനെ വരുതിയിലാക്കണമെന്ന് കോളേജ് യൂണിയൻ നേതൃത്വം തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തുടർച്ചയായിട്ടുള്ള റാഗിംഗ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. SFI നേതാക്കൾ അടക്കമുള്ളവർ 8 മാസം തുടർച്ചയായി സിദ്ധാർത്ഥനെ റാഗ് ചെയ്തിരുന്നു എന്നുള്ള കണ്ടെത്തലാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ അന്തിമ റിപ്പോർട്ടിൽ ഉള്ളത്. ഇതിൽ പൂക്കോട് ക്യാമ്പസിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ താമസം തുടങ്ങിയ നാൾ മുതൽ റാഗിംഗ് തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് ഒരു സഹപാഠിയായ വിദ്യാർത്ഥി മൊഴി നൽകിയിരിക്കുന്നത്. ഈ കുട്ടിയുടെ പേരുവിവരങ്ങൾ പുറത്ത് വിടാൻ ആന്റി റാഗിംഗ് സ്ക്വാഡ് തയ്യാറായിട്ടില്ല. ഈ കോളേജ് യൂണിയൻ പ്രസിഡന്റും SFI യൂണിറ്റ് കമ്മിറ്റി അംഗവുമായ K. അരുണിന്റെ മുറിയിൽ എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യണമെന്ന് സിദ്ധാർത്ഥനോട് ആവശ്യപ്പെട്ടിരുന്നു. മുറിയിൽ പലതവണ നഗ്നനാക്കി റാഗ് ചെയ്തു എന്നുള്ള അങ്ങനെ സിദ്ധാർത്ഥൻ പറഞ്ഞിരുന്നു എന്നാണ് ഈ സഹപാഠിയായിട്ടുള്ള വിദ്യാർത്ഥി ആന്റി റാഗിംഗ് സ്ക്വാഡിന് മൊഴി നൽകിയിരിക്കുന്നത്. ഈ ജന്മദിനത്തിൽ പോലും രാത്രി ഹോസ്റ്റലിലെ ഇരുമ്പ് തൂണിൽ സിദ്ധാർത്ഥനെ കെട്ടിയിട്ടു എന്നാണ് പറയുന്നത്. ഈ തൂണിന് ചുറ്റും പെട്രോൾ ഒഴിച്ച് തീയിടുമെന്നും ഭീഷണിപ്പെടുത്തിയതായും പറയുന്നുണ്ട്. ഒപ്പം തന്നെ സിദ്ധാർത്ഥൻ മരിക്കുന്നതിന് മുമ്പ് നേരിട്ട മർദ്ദനം ഒറ്റപ്പെട്ട സംഭവം അല്ല എന്നുള്ള കണ്ടെത്തലും ഈ ആന്റി റാഗിംഗ് സ്ക്വാഡ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സിദ്ധാർത്ഥൻ താമസിച്ച ഹോസ്റ്റലിലെ പാചകക്കാരൻ ഇത്തരം സംഭവങ്ങൾക്ക് ശേഷം ജോലി രാജിവെച്ചു എന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ ക്യാമ്പസിലെ സുരക്ഷാ ജീവനക്കാരിൽ ചിലർ സ്ക്വാഡിന് മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല. ഈ പുതിയ വെളിപ്പെടുത്തലുള്ള പശ്ചാത്തലത്തിൽ നിയമോപദേശം തേടി അന്തിമ റിപ്പോർട്ട് VC-ക്ക് സമർപ്പിക്കും എന്നുള്ളതാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇത്രകാലം പ്രവർത്തിച്ചിരുന്ന 8 മാസമായി സിദ്ധാർത്ഥൻ പീഡനം അനുഭവിച്ചിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ ഒന്നും തന്നെ ഒരു ഇടപെടൽ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വിമർശന വിധേയമാണ്. ഇവർ ആരും തന്നെ ഇത്തരത്തിലൊരു പീഡന വിവരം അറിഞ്ഞില്ല എന്നുള്ളതും ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. കാരണം അധ്യാപകർ ഉൾപ്പെട്ട വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ അന്തിമ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. വിശദാംശങ്ങളാണ് സുർജിത്ത് അയ്യപ്പത്ത് നൽകിക്കൊണ്ടിരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. കൊല്ലം ജോനകപ്പുറത്ത് ഉറങ്ങിക്കിടന്നവരുടെ ഇടയിലേക്ക് ബൈക്ക് ഇടിച്ചു കയറി ഭിന്നശേഷിക്കാരന് ദാരുണാന്ത്യം. തമിഴ്നാട് സ്വദേശി പരശുറാമാണ് മരിച്ചത്. 10 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് ഓടിച്ച പള്ളിത്തോട്ടം സ്വദേശി സിബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. அந்த பஸ்ல இருக்கிற ஒரு கரூர்காரர் அவர் மட்டும் தனியா வந்து எங்க காமெண்ட்ல டீயை போட்டு இருந்தார். വിവരങ്ങളുമായി അരുൺ രാജ് ചേരുന്നുണ്ട്. അരുൺ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഈ പോലീസ് എന്താണ് പറയുന്നത്? ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടല്ലോ. ഇന്നലെ രാത്രിയോടെയാണ് സംഭവം. ജോനകപ്പുറം ഹാർബർ റോഡിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന തമിഴ്നാട് സ്വദേശികളുടെ ഇടയിലേക്കാണ് മദ്യപിച്ച് ലഹരിയിൽ വാഹനം ഓടിച്ചെത്തിയ സിബിൻ ഈ ബൈക്ക് ഓടിച്ചു കയറ്റിയത്. അവിടെ ഉറങ്ങിക്കിടന്ന തമിഴ്നാട് സ്വദേശി പരശുറാമാണ് മരിച്ചത്. പരശുറാം ഭിന്നശേഷിക്കാരനാണ്. മറ്റ് 10 പേർ കൂടി ഈ സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. 2 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാവുന്ന വിവരം. ഗുരുതരമായി പരിക്കേറ്റ സരസ്വതി, അതുപോലെ തന്നെ
രാജി എന്നിവരെയാണ് ഇപ്പോൾ നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. തമിഴ്നാട് കൊടകുമംഗലം സ്വദേശികളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. മത്സ്യ വ്യാപാരവുമായി ബന്ധപ്പെട്ട് കൊല്ലം ഹാർബറിനുള്ളിൽ താമസിക്കുന്നവരാണ് ഇവർ ഹാർബറിനുള്ളിൽ റോഡിലാണ് പതിവായി ഉറങ്ങുന്നതടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നത്. പക്ഷേ ഈ മദ്യലഹരിയിൽ ഈ വാഹനം ഇവർക്കിടയിലേക്ക് ഓടിച്ചു കയറ്റുകയായിരുന്നു സിബിൻ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പോലീസ് സിബിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശരി, അരുൺ രാജാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്നും ചൂട് കൂടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം, കൊല്ലം, തൃശൂർ, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, തിരുവനന്തപുരം, പാലക്കാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. അതേസമയം മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒറ്റപ്പെട്ട വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട്. നോക്കാം ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ LDF സംഘടിപ്പിക്കുന്ന CAA വിരുദ്ധ റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി മൈതാനത്ത് വൈകിട്ട് 7-നാണ് പരിപാടി. മതത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണെന്ന് ആരോപിച്ച് നടത്തുന്ന റാലിയിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. ഇന്നലെ കോഴിക്കോട് റാലി നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ അതിർത്തികളിൽ കർണാടക പോലീസ് പരിശോധന കർശനമാക്കി. കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് പോകുന്ന വാഹനങ്ങൾ പോലീസും CRPFും എക്സൈസും സംയുക്തമായാണ് പരിശോധിക്കുന്നത്. കേരളത്തോട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെല്ലാം പരിശോധന ശക്തമാണ്. സംസ്ഥാനത്ത് നിന്ന് പോകുന്ന കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെയുള്ള വാഹനങ്ങളിലാണ് കൂടുതൽ പരിശോധന. അതിർത്തി കടന്ന് പണം കൊണ്ടുപോകുന്നവർ ആവശ്യമായ രേഖകൾ കൈവശം വെക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രേഖകളില്ലാതെ 50,000-ൽ താഴെയുള്ള തുക മാത്രമേ കൈവശം സൂക്ഷിക്കാൻ അനുവാദമുള്ളൂ. മദ്യം, ലഹരി തുടങ്ങിയവ അതിർത്തി കടക്കുന്നത് തടയാൻ എക്സൈസും സജീവമായി രംഗത്തുണ്ട്. തെരഞ്ഞെടുപ്പ് ദിവസം വരെ പഴുതടച്ച പരിശോധനയായിരിക്കും അതിർത്തി പ്രദേശങ്ങളിൽ ഉണ്ടാവുക. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ ശക്തമായ പരിശോധനയാണ് അതിർത്തികളിൽ കർണാടക സർക്കാർ നടത്തുന്നത്. 17 ഉദ്യോഗസ്ഥരാണ് ഇവിടെ മാത്രം പരിശോധനയ്ക്കുള്ളത്. തലപ്പാടിയിൽ നിന്ന് അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അരുൺ പാറക്കൽ, 24. വോട്ട് ചെയ്യാൻ പ്രവാസ ലോകത്ത് നിന്നും വോട്ട് വിമാനം എത്തുന്നു. ജിദ്ദ KMCCയുടെ ആഭിമുഖ്യത്തിൽ വോട്ടർമാരെയും വഹിച്ചുള്ള ആദ്യ വോട്ട് വിമാനം ഏപ്രിൽ 6-ന് കോഴിക്കോടെത്തും. വോട്ട് വിമാനത്തിലേക്കുള്ള രജിസ്ട്രേഷൻ കഴിഞ്ഞ ദിവസം ജിദ്ദയിൽ ആരംഭിച്ചു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമ്പോൾ അതേ ആവേശത്തിൽ തന്നെയാണ് പ്രവാസ ലോകവും. ജിദ്ദ KMCCയുടെ ആഭിമുഖ്യത്തിൽ പ്രവാസി വോട്ടർമാരെ നാട്ടിലെത്തിക്കാൻ വോട്ട് വിമാനം സർവീസ് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആദ്യ വോട്ട് വിമാനം ഏപ്രിൽ 6-ന് ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പറക്കുമെന്ന് ജിദ്ദ KMCC പ്രസിഡന്റ് അബൂബക്കർ അരിമ്പ്ര പറഞ്ഞു. വ്യത്യസ്തങ്ങളായ പദ്ധതികളും പരിപാടികളും തെരഞ്ഞെടുപ്പിന് വേണ്ടി ഞങ്ങൾ നടപ്പാക്കുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ പരിപാടികൾക്കപ്പുറം വോട്ടർമാരെ നാട്ടിലെത്തിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ജിദ്ദ KMCC ഇവിടുന്ന് വോട്ട് വിമാനം സംഘടിപ്പിച്ചുകൊണ്ട് ആളുകളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അതിന്റെ ഭാഗമായി ജിദ്ദ KMCCയുടെ ആദ്യത്തെ വോട്ട് വിമാനം ഏപ്രിൽ 6-ാം തീയതി ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പറക്കുകയാണ്. വോട്ട് വിമാനത്തിലേക്കുള്ള രജിസ്ട്രേഷൻ KMCCയുടെ ഇഫ്താർ സംഗമത്തിൽ വെച്ച് ആരംഭിച്ചു. ഇതിനു പുറമെ കേരളത്തിൽ 15 ലക്ഷം വോട്ടർമാരെ നേരിൽ കാണാനുള്ള പ്രവർത്തനങ്ങളും ജിദ്ദ KMCC ആരംഭിച്ചു. ആദ്യ പടി എന്ന നിലയ്ക്ക് ഈ 25,000 അംഗങ്ങളും അവരുടെ കുടുംബത്തിലെ വോട്ട് പൂർണ്ണമായും ഉറപ്പുവരുത്തും. രണ്ടാമതായി അവരുടെ ബന്ധുമിത്രാദികളുടെ വോട്ട് ക്യാൻവാസ് ചെയ്യാനുള്ള പദ്ധതികളുണ്ട്. അതോടൊപ്പം മൂന്നാമതായി ഓരോ KMCC പ്രവർത്തകന്റെയും വീടിന്റെ പരിസരത്തുള്ള 10-15 കുടുംബങ്ങളുടെ വോട്ട് ക്യാൻവാസ് ചെയ്യാനുള്ള നിർദ്ദേശം ഓരോ KMCC പ്രവർത്തകർക്കും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം പ്രവാസ ലോകത്ത് നമുക്കറിയാം ഇവിടെ 10,000-കണക്കിന് വരുന്ന കുടുംബനാഥന്മാരുണ്ട്. ജിദ്ദയിലുള്ള ഓരോ KMCC പ്രവർത്തകരും മിനിമം 20 കുടുംബനാഥന്മാരെ കണ്ട് അവരെ റൂമിൽ പോയി സംസാരിച്ച് അവരുടെ കുടുംബത്തിന്റെ വോട്ട് UDF-നും ഇന്ത്യ മുന്നണിക്കും അനുകൂലമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ആ രീതിയിൽ 15 ലക്ഷം വോട്ടർമാരാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴിയും മറ്റും പ്രവാസ ലോകത്തിരുന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാനും KMCC തീരുമാനിച്ചിട്ടുണ്ട്. ജലീൽ കണമകലം, 24, ജിദ്ദ.
സർക്കാരിന്റെ സൗജന്യ യൂണിഫോം പദ്ധതിക്കായി വസ്ത്രങ്ങൾ നെയ്ത കൈത്തറി തൊഴിലാളികൾക്ക് കൂലി ലഭിച്ചില്ലെന്ന് പരാതി. ഹാൻഡ്വീവിന് കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കാണ് 10 മാസമായിട്ടും കൂലി ലഭിക്കാത്തത്. കോട്ടയം കാണക്കാരിയിലെ അജി നാരായണൻ ഇപ്പോഴും നെയ്യുകയാണ് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള യൂണിഫോം തുണികൾ. കഴിഞ്ഞ വർഷവും ഇതുപോലെ യൂണിഫോം തുണികൾ നെയ്തിരുന്നു. എന്നാൽ അതിന്റെ കൂലി ഇതുവരെ ലഭിച്ചിട്ടില്ല. 10 മാസമായിട്ടും തുക ലഭിക്കാതെ വന്നതോടെ വലിയ ദുരിതത്തിലാണ് ഈ നെയ്ത്ത് തൊഴിലാളി. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 10 മാസമായിട്ട് നമുക്ക് കൂലിക്കാശ് കിട്ടുന്നില്ല. കൂലിക്കാശില്ല. അതായത് 2018 നമുക്ക് എക്സ്ട്രാ അലവൻസ് എന്ന് പറയുന്നത് ഒരാഴ്ച 35 മീറ്റർ നെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1000 രൂപ. അത് 2018 നമുക്ക് കിട്ടില്ല. ആ പൈസ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഒരാളുടെ മാത്രം പ്രശ്നമല്ല ഇത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നെയ്ത്തുകാരുണ്ട്. ഇവർക്കെല്ലാം ഇതേ അവസ്ഥയാണ്. 1 മീറ്റർ തുണിക്ക് 100 രൂപയാണ് ലഭിക്കുന്നത്. 35 മീറ്റർ തുണി നെയ്താൽ 1000 രൂപ ഇൻസെന്റീവും പറഞ്ഞിരുന്നു. എന്നാൽ ഇതൊന്നും ഇപ്പോൾ ലഭിക്കുന്നില്ല. ഇത് നമുക്ക് KHDC അതായത് ഹാൻഡ്വീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് സർക്കാരിൽ ഇത് ഓർഡർ എടുത്തിരിക്കുന്നത്. നമ്മൾ സർക്കാരുമായിട്ട് ബന്ധമില്ല. അവർ ഈ KHDC ആണ് നമുക്കിത് നൂല് തന്ന് ഇതിന്റെ കൂലിക്കാശും അവരെ തരേണ്ടത്. അവരുടെ സെന്ററിൽ കൊണ്ട് നമ്മൾ ബില്ലിട്ട് അവരാണ് ബില്ലിടുന്നത്. അവരുടെ ബില്ലിലാണ് തുണി പോകുന്നത്. അവർ പറയുന്നത് സർക്കാർ കാശില്ല, സർക്കാരിൽ നിന്ന് കിട്ടുന്ന പക്ഷം നിങ്ങൾക്ക് പൈസ തരാം. 2017 കൈത്തറി മേഖലയ്ക്ക് ഉണർവ് പകരുക എന്ന ലക്ഷ്യത്തോടെ യൂണിഫോം പദ്ധതി നടപ്പാക്കിയത്. 2 ആഴ്ചയിൽ ഒരിക്കൽ കൂലി നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. പലതവണ വിഷയം അധികാരികളെ അറിയിച്ചതാണ്. പക്ഷേ ഇതുവരെ ഇവരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടായിട്ടില്ല. ടോബി ജോൺസൺ, 24 കോട്ടയം. പ്രഭാത വാർത്തകൾ തുടരുന്നു. നാവികസേന പിടികൂടിയ 36 സൊമാലിയൻ കടൽക്കൊള്ളക്കാരുമായുള്ള കപ്പൽ മുംബൈ തീരത്തെത്തി. MV റൂവൻ എന്ന ചരക്ക് കപ്പൽ തട്ടിയെടുത്തവരാണ് കസ്റ്റഡിയിലുള്ളത്. കടൽക്കൊള്ളക്കാരെ മുംബൈ പോലീസിന് കൈമാറും. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, ഇനിയുള്ള നടപടിക്രമങ്ങൾ അതെങ്ങനെയായിരിക്കും? മറ്റു വിശദാംശങ്ങൾ. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് INS കൊൽക്കത്ത ഈ ഓപ്പറേഷനിൽ പങ്കെടുത്ത INS കൊൽക്കത്ത 35 കടൽക്കൊള്ളക്കാരുമായി മുംബൈ തീരത്തേക്ക് എത്തിയത്. ഇനിയിപ്പോൾ യെല്ലോ ഗേറ്റ് പോലീസിന് പ്രതികളെ കൈമാറുകയാണ്, ഈ കടൽക്കൊള്ളക്കാരെ കൈമാറുകയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട നടപടി. അതിനുള്ള ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. MV റൂവൻ എന്ന ബൾഗേറിയൻ കപ്പലിനെ കഴിഞ്ഞ ഡിസംബർ 15-ാം തീയതിയാണ് ഈ കടൽക്കൊള്ളക്കാർ സൊമാലിയൻ തീരത്ത് വെച്ച് പിടിച്ചെടുക്കുന്നത്. പിന്നീട് കപ്പലിന്റെ നിയന്ത്രണം പൂർണ്ണമായി അവർ ഏറ്റെടുത്തു. 17 ജീവനക്കാരെ ബന്ദികളാക്കി മാറ്റി. പിന്നീട് ഇന്ത്യൻ നാവികസേന രംഗത്തിറങ്ങുകയും INS കൊൽക്കത്തയും INS സുഭദ്രയും ഒപ്പം തന്നെ നാവികസേനയുടെ എയർക്രാഫ്റ്റുകളും ഡ്രോണുകളും എല്ലാം രംഗത്തിറക്കി നടത്തിയ ഓപ്പറേഷനായിരുന്നു. ഈ മാർച്ച് മാസം 15-ാം തീയതിയാണ് ഈ കപ്പലിനെ മോചിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞത്. മറൈൻ കമാൻഡോസിനെ കപ്പലിലേക്ക് ഇറക്കി മറ്റ് കടൽക്കൊള്ളക്കാരെയൊക്കെ തന്നെ കീഴടങ്ങാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. പിന്നീട് അവരെ കസ്റ്റഡിയിലെടുക്കുകയും മുംബൈയിലേക്കുള്ള യാത്രയിലുമായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ 5 മണിയോടെ അവരെ മുംബൈയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പോലീസിന് കൈമാറുകയും ചെയ്യും. ഏതാണ്ട് 40 മണിക്കൂറോളം നീണ്ടുനിന്ന സാഹസികമായ ഒരു ഓപ്പറേഷന് ശേഷമാണ് കടൽക്കൊള്ളക്കാരെ പിടികൂടാൻ കഴിഞ്ഞത്. ഇത് ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിലെ തന്നെ ഒരു നിർണായകമായ ഒരു പ്രധാനപ്പെട്ട ഒരു ഏടായി കൂടി കണക്കാക്കപ്പെടുന്ന സംഭവം കൂടിയാണ്. ഇന്ത്യൻ നാവികസേന പിടികൂടിയ 36 സൊമാലിയൻ കടൽക്കൊള്ളക്കാരെ മുംബൈയിൽ എത്തിച്ചു. ഇവരെ ഉടൻ മുംബൈ പോലീസിന് കൈമാറും. ശ്രീനാഥ് ചന്ദ്രനാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. ഇനി കായിക വാർത്തകൾ. ഐ-ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള FC ഇന്ന് ഡൽഹി FCയെ നേരിടും. രാത്രി 7-ന് കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. ലീഗിൽ 21 മാച്ചുകളിൽ നിന്ന് 36 പോയിന്റുമായി 5-ാം സ്ഥാനത്താണ് ഗോകുലം കേരള FC. 8-ാം സ്ഥാനത്തുള്ള ഡൽഹിക്ക് 20 മാച്ചുകളിൽ നിന്ന് 23 പോയിന്റാണുള്ളത്. ടൂർണമെന്റിൽ ഇരു ടീമുകളും നേരത്തെ ഏറ്റുമുട്ടിയപ്പോൾ വിജയം ഗോകുലത്തിനായിരുന്നു. ഹോം ഗ്രൗണ്ടിലാണ് മത്സരം എന്നതിനൊപ്പം ഗോൾ വേട്ടക്കാരിൽ ക്യാപ്റ്റൻ അലക്സ് സാഞ്ചസ് ആണ് മുന്നിലെന്നതും ഗോകുലത്തിന് മുൻതൂക്കം നൽകുന്നുണ്ട്. നോക്കാം ഇനി IPL വിശേഷങ്ങൾ.
IPL-ൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചയ്ക്ക് 3:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ എതിരാളികൾ സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. IPL-ന്റെ പ്രഥമ സീസൺ മുതൽ കളിക്കുന്നവരെങ്കിലും ഇന്നേ വരെ കപ്പടിക്കാൻ പറ്റാത്തവരാണ് പഞ്ചാബ് കിങ്സും ഡൽഹി ക്യാപിറ്റൽസും. ഓരോ തവണ ഫൈനലിലെത്തിയതാണ് പ്രധാന നേട്ടം. കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് 8-ാമതും ഡൽഹി 9-ാം സ്ഥാനത്തുമായിരുന്നു. ഋഷഭ് പന്തിന്റെ തിരിച്ചുവരവ് ഡൽഹി ക്യാപിറ്റൽസിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. മരണത്തെ അതിജീവിച്ചെത്തിയ പന്ത് അതുപോലെ ടീമിനെ അവിശ്വസനീയ നേട്ടങ്ങളിലേക്ക് നയിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ഡേവിഡ് വാർണർ, മിച്ചൽ മാർഷ്, പൃഥ്വി ഷോ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ് തുടങ്ങിയവരാണ് ഡൽഹി നിരയിലെ മറ്റ് പ്രധാന പോരാളികൾ. 2014 ശേഷം പ്ലേ ഓഫ് കണ്ടിട്ടില്ലെന്ന നാണക്കേട് മാറ്റാനാണ് ശിഖർ ധവാന്റെ പഞ്ചാബ് കിങ്സ് പാടുകെട്ടുന്നത്. ജിതേഷ് ശർമ്മ, ജോണി ബെയർസ്റ്റോ, ലിയാങ് ലിവിങ്സ്റ്റൺ, സാം കറൻ, കഗീസോ റബാഡ, അക്സർ പട്ടേൽ, ഹർഷൽ പട്ടേൽ. കടലാസിലെ കരുത്ത് കളത്തിൽ കാട്ടാനായാൽ പഞ്ചാബിന് ജയത്തോടെ തുടങ്ങാം. മത്സരം സ്വന്തം മൈതാനത്തെന്നതും പഞ്ചാബുകാർക്ക് ആത്മവിശ്വാസമേകും. മുൻ ചാമ്പ്യന്മാരുടെ പോരാട്ടമാണ് രാത്രി 7:30 ഈഡൻ ഗാർഡൻസിൽ. 2 തവണ ജേതാക്കളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും 1 തവണ കിരീടം ചൂടിയ സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ. ഗൗതം ഗംഭീറിന്റെ തന്ത്രങ്ങളുമായി ശ്രേയസ് അയ്യരുടെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന KKR നിരയിൽ ഒറ്റയ്ക്ക് കളി മാറ്റിമറിക്കാൻ പോകുന്ന കളിക്കാർ ഏറെയുണ്ട്. റിങ്കു സിംഗ്, ആന്ദ്രേ റസൽ, സുനിൽ നരൈൻ, പിന്നെ IPL ലേല റെക്കോർഡുകൾ തിരുത്തിയെഴുതി 24.75 കോടിക്ക് സ്വന്തമാക്കിയ മിച്ചൽ സ്റ്റാർക്കും. വമ്പൻ മാറ്റങ്ങളുമായാണ് സൺറൈസേഴ്സ് ഹൈദരാബാദും എത്തുന്നത്. 20.5 കോടി നൽകി ടീമിലെത്തിച്ച പാറ്റ് കമ്മിൻസ് ആണ് പുതിയ നായകൻ. ട്രാവിസ് ഹെഡ്, ഹെൻറിച്ച് ക്ലാസൻ, മായങ്ക് അഗർവാൾ, മാർക്കോ യാൻസൻ, ഭുവനേശ്വർ കുമാർ, T നടരാജൻ, ഉമ്രാൻ മാലിക് എന്നിവർ കൂടി ചേരുമ്പോൾ കഴിഞ്ഞ തവണത്തെ അവസാന സ്ഥാനക്കാരെന്ന നാണക്കേടിൽ നിന്ന് കിരീടത്തിലേക്ക് ഉദിച്ചുയരാമെന്ന പ്രതീക്ഷയിലാണ് ഹൈദരാബാദുകാർ. സ്പോർട്സ് ഡെസ്ക് 24. നോക്കാം ഇപ്പോൾ കിട്ടിയത്. കൊല്ലം ജോനകപ്പുറത്ത് ഉറങ്ങിക്കിടന്നവരുടെ ഇടയിലേക്ക് ബൈക്ക് ഇടിച്ചു കയറി ഭിന്നശേഷിക്കാരന് ദാരുണാന്ത്യം. മരിച്ചത് തമിഴ്നാട് സ്വദേശി പരശുറാം. 10 പേർക്ക് പരിക്ക്. ബൈക്ക് ഓടിച്ച പള്ളിത്തോട്ടം സ്വദേശി സിബിൻ കസ്റ്റഡിയിൽ. മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ നടൻ ഗോവിന്ദയെ സ്ഥാനാർത്ഥിയാക്കാൻ ശിവസേനയുടെ നീക്കം. ഗോവിന്ദയുമായി കൂടിക്കാഴ്ച നടത്തിയ ഏക്നാഥ് ഷിൻഡെ നീക്കം സിറ്റിംഗ് MP മത്സരത്തിനില്ലെന്ന് വ്യക്തമാക്കിയതോടെ 35 സൊമാലിയൻ കടൽ കൊള്ളക്കാരുമായി നാവികസേനാ കപ്പൽ മുംബൈ തീരത്ത്. INS കൊൽക്കത്ത എത്തിയത് MV റൂവൻ എന്ന ചരക്കു കപ്പൽ ആക്രമിച്ചവരുമായി. കടൽ കൊള്ളക്കാരെ മുംബൈ പോലീസിന് കൈമാറും. ഇതോടെ പ്രഭാത വാർത്തകൾ പൂർണ്ണമാവുകയാണ്.